വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. നമുക്കറിയാം, ഏതൊരു രോഗത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സാണ്. മനസ്സ് നന്നായാൽ തന്നെ കുറേ രോഗങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കും. മനസ്സ് ശരിയല്ലെങ്കിൽ നമുക്ക് ശാരീരിക രോഗങ്ങൾ വരാം, മാനസിക രോഗങ്ങൾ വരാം. ഇതിൻ്റെ എല്ലാം ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അവസ്ഥ എന്തുകൊണ്ട് സംജാതമാകുന്നു എന്നാണ് നാം ഈ ഒരു എപ്പിസോഡിൽ ചിന്തിക്കുന്നത്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. ഇന്ന് കാലത്ത് ഒരു പേഷ്യൻ്റ് അവരുടെ ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ ഒരു കാര്യം പറയുകയുണ്ടായി. അവർ ജർമ്മനിയിലാണ്. അവർ പറഞ്ഞൊരു പ്രശ്നം എന്ന് പറയുന്നത്, ആ കുട്ടിക്ക് ജീവിത ലക്ഷ്യമില്ല. ഒന്നിനും ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നാൽ കുറച്ച് കാലം അതിന് പഠിക്കും, അത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ഔട്ട് ആവും. വേറെ കോഴ്സിന് പഠിക്കും, അത് ഡ്രോപ്പ് ഔട്ട് ആവും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത ഒരു കുട്ടികൾ, അത് ഒരുപാട് പേരായി എന്നോട് പറയുന്നു. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ജീവിത ലക്ഷ്യമുണ്ടാവാത്തത് എന്ന്. ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടില്ല, നിനക്ക് എന്താവണം, എന്ത് വേണമെങ്കിൽ ആവാം, അല്ല അങ്ങനെ പറയുന്ന ഒരു രീതിയിലേക്ക്. ഇനിയിപ്പോൾ നാളെ 10 കൊല്ലം കഴിഞ്ഞാൽ എന്താവും, ആർക്കൊരു പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ ജീവിക്കുക, പോവുക, അവിടെ ഇരിക്കുക, അങ്ങനെ കിടക്കുക, അത്രയേ ഉള്ളവർക്കൊക്കെ. എന്തുകൊണ്ടാണ് ഒരു മനുഷ്യൻ, ഒരു കുട്ടിയിൽ ഒരു ജീവിത ലക്ഷ്യങ്ങൾ ഇല്ലാതെ പോകുന്നത്? ഒരുപാട് ആഴങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഇതിന് മരുന്ന് കൊടുത്ത് ഉണ്ടാക്കാവുന്ന ഒരു സാധനമല്ല ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിന്റെ കാരണങ്ങളിലേക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് തന്നെ, അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം വേണ്ടത്ര കിട്ടിയിട്ടില്ലെങ്കിൽ ആ കുട്ടികളിൽ ജീവിതത്തിൽ ലക്ഷ്യമുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പൻ്റെ അമ്മയുടെയും ഒരു സ്നേഹം ആവോളം കിട്ടുകയാണെങ്കിൽ, ഞാൻ പറയും, നമുക്ക് അപ്പൻ്റെ അമ്മയുടെയൊക്കെ ഒരു ഉമ്മ വെക്കലോ അല്ലെങ്കിൽ സ്പർശനങ്ങൾ എത്രമാത്രം കൂടുന്നോ അത്രമാത്രം ക്ലാരിറ്റി ഉള്ള ഒരു മനസ്സായിരിക്കും മക്കൾക്ക് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഏർലി ഡിപ്രൈവേഷൻ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെയും വേർപാട് അല്ലെങ്കിൽ മരണം എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ അപ്പനമ്മയും ജോലിക്ക് വേണ്ടി മക്കളെ എവിടെയെങ്കിലൊക്കെ ആക്കി പോകുന്നു. ഇത്തരം കുട്ടികൾ വലിയൊരു ശൂന്യതയായിരിക്കും. അവർക്കൊരിക്കലും ഫ്യൂച്ചറിനെ കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ അമ്മയും അപ്പനും ജോലിക്കായിട്ട് ചിലപ്പോൾ കാലത്ത് പോകുന്നു, വൈകിട്ട് വരുന്നു. മക്കളെ വേണ്ടത്ര അവരെ കേൾക്കാനോ അവർക്ക് വേണ്ടത്ര ഒരു സ്നേഹ പരിചരണങ്ങൾ കൊടുക്കാനോ സാധിക്കാതെ വരുന്നത് ഒരു ജീവിത ലക്ഷ്യത്തെ ഇല്ലാതാക്കുന്നതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കേസിൽ രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും ശ്രദ്ധ മുഴുവൻ രണ്ടാമത്തെ കുഞ്ഞിലേക്ക് മാറുമ്പോൾ മൂത്ത കുട്ടിക്ക് തോന്നും, എന്നെ ആർക്കും വേണ്ട, ഞാനൊന്നിനും കൊള്ളില്ല, ഞാൻ എവിടെയും നന്നാവില്ല. ഒരു മഞ്ഞക്കണ്ണാട വയ്ക്കുന്ന ഒരവസ്ഥ. എല്ലാത്തിനെയും ആ ഒരു കണ്ണാടിയിലൂടെ നോക്കി കാണുന്നത് പോലെ എല്ലാവർക്കും ഞാനൊരു ഭാരമാണ്, എന്നെ ആർക്കും വേണ്ട. ഈ ചിന്ത ഡെവലപ്പ് ചെയ്യുന്നത് എവിടെ നിന്നാണ്? രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പൻ്റെ അമ്മയുടെയും ശ്രദ്ധ ആ കുഞ്ഞിലേക്ക് മാറുമ്പോൾ മൂത്ത കുഞ്ഞ് ചിന്തിക്കുകയാണ്, എന്നെ ആർക്കും വേണ്ട എന്ന് പറയുന്നത്. ഇത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഒരു പരിധി വരെ. അപ്പോൾ നമ്മൾ ഇതിന് എന്താണ് പരിഹാരം എന്ന് പറയുക? ഇവൻ്റെ ഉള്ളിൽ നഷ്ടപ്പെട്ട വാല്യൂ ബോധം, ഞാൻ വിലയുള്ളവനാണ്, വാല്യൂബിൾ ആണ് എന്ന് പറയുന്ന ഒരു നഷ്ടപ്പെട്ട ഒരു ബോധം നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മളപ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ കുഞ്ഞിനെ കൂടുതലായിട്ട് സ്നേഹിക്കുക, ഈ കുഞ്ഞിനെയും കൊണ്ട് എപ്പോഴും പുറത്തേക്ക് പോകുക, അവൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യുക, അവനെ കേൾക്കാനായിട്ട് സമയം കൊടുക്കുക. ഇത്തരത്തിൽ വളരെ ഒരു തീവ്രമായിട്ടുള്ള ഒരു അപ്രോച്ച് ആ കുഞ്ഞിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ആ കുഞ്ഞിൽ ഒരു വാല്യൂ അല്ലെങ്കിൽ ജീവിത വീക്ഷണമൊക്കെ മെല്ലെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യൻ ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോൾ തന്നെ അവൻ്റെ ഹൃദയത്തിൽ ഒരുപാട് ആശയങ്ങളുമായിട്ടാണ് ഒരു വ്യക്തി ജനിക്കുന്നത്. നമ്മളൊരിക്കലും ഒരു വ്യക്തിയിൽ അവനിലേക്ക് ഒരു ജീവിത ലക്ഷ്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയില്ല. അവനിൽ തന്നെയുള്ള ജീവിത ലക്ഷ്യങ്ങൾ തനിയെ തന്നെ മുളച്ച് പൊങ്ങി വലിയൊരു വടവൃക്ഷമായി മാറുകയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മളറിയാം, നമുക്കിപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ എവിടുന്നൊക്കെയോ ചെടികൾ മുളച്ചു വരുന്നത് പോലെയാണ് ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് നമ്മൾ അവനിലേക്ക് സ്നേഹം കൊടുക്കുമ്പോൾ, നീ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, വേണ്ടപ്പെട്ടവളാണ് എന്ന് പറയുമ്പോൾ എവിടുന്നൊക്കെയോ കുറേ ആശയങ്ങൾ, വീക്ഷണങ്ങൾ ഒക്കെ ആ വ്യക്തിയിൽ ജനിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും നമ്മൾ അടിച്ചേൽപ്പിക്കുകയല്ല. മഴ പെയ്യുന്ന തരിശുഭൂമിയിൽ വൃക്ഷങ്ങൾ, ചെടികൾ വളരുന്നത് പോലെയാണ് അവൻ്റെ ഉള്ളിലേക്ക് ആശയങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള മനസ്സിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല, നമ്മൾ ആ വ്യക്തിയെ കൂടുതലായിട്ട് സ്നേഹിച്ചുകൊണ്ട് നീ വാല്യുബിൾ ആണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് അവൻ്റെ ബോധ മനസ്സിൽ അബോധ മനസ്സിലേക്ക് എത്രമാത്രം ആഴ്ന്നു കൊടുക്കാൻ പറ്റുമോ
എത്രമാത്രം ഡീപ്പ് റൂട്ടഡ് ആയിട്ട് നമുക്ക് അതിലേക്ക് നീ വാല്യൂബിൾ ആണ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൊടുക്കുക. സ്പർശനമൊക്കെയാണ് ഇപ്പോൾ നമുക്ക് തന്നെ ഏറ്റവും പറ്റിയ സ്പർശനങ്ങൾ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയും ആയുർവേദത്തിലൊക്കെ ആണെങ്കിൽ തലയിൽ എണ്ണ തേച്ച് കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എക്സ്പ്രസ് ചെയ്യാണ്, നമ്മൾ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നതാണ്. ഇതിലൂടെയൊക്കെ തന്നെയാണ് ഒരു വ്യക്തിയിൽ, ഒരു കുഞ്ഞു കുട്ടിയിൽ ജീവിത ലക്ഷ്യം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും ജീവിത ലക്ഷ്യത്തിന്റെ കുറവ് തോന്നുകയാണെങ്കിൽ, അവന് പ്രത്യേകിച്ച് ഒന്നിനോടൊരു പ്രത്യേകിച്ച് പാഷനേറ്റ് അല്ല, പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെയൊക്കെയോ നമ്മുടെ പേരൻസിന്റെ ഭാഗത്തുനിന്നും സ്നേഹത്തിന്റെ കുറവ് ആ കുഞ്ഞിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. സ്വയം തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമുക്ക് മുന്നേറാം. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.